ചാനൽ ട്രിനിറ്റി വോയിസ്. പ്രത്യാശ വർദ്ധിക്കും നെൻ പ്രാണനാഥനെ പ്രാവിൻ ചിറാകനെ കേകിയെങ്കിൽ. പ്രത്യാശ വർദ്ധിക്കും നെൻ പ്രാണനാഥനെ പ്രാവിൻ ചിറാകനെ കേകിയെങ്കിൽ. പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്നും സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനാ. പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്നും സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനാ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് സെഷനിൽ ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ജനസിസ്. ഉൽപ്പത്തി 12:1-2 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 12 വേർഡ്സ് 1 and 2. യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. Now the Lord had said unto Abram, Get thee out of thy country and from thy kindred and from thy father's house unto a land that I will shew thee. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. And I will make of thee a great nation, and I will bless thee and make thy name great, and thou shalt a blessing. സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. മാസ്റ്റർ, വി ഹാവ് വർക്ക്ഡ് ഹാർഡ് all night and haven't caught anything. But because you say so, I will let down the surrendered people obey God's word, even if it doesn't make sense. Another aspect of a fully surrendered life is rest. Abraham followed God's leading without knowing where it would take him. Anna waited for God's perfect timing without knowing when. Mary expected a miracle without knowing why circumstances happened the way they did. Each of these people were fully surrendered to God. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. തേർഡ് സെഷനിൽ സദൃശവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രോവർബ്സ് 11 വേർഡ്സ് 9 and 10. സദൃശവാക്യങ്ങൾ 11:9-10 വാക്യങ്ങൾ. വഷളൻ വായ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. ആൻഡ് ഹിപ്പോക്രൈറ്റ് വിത്ത് ഹിസ് മൗത്ത് ഡിസ്ട്രോയത്ത് ഹിസ് നെയ്ബർ, ബട്ട് ത്രൂ നോളജ് ഷാൽ ദ ജസ്റ്റ് ബി ഡെലിവേർഡ്. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാവുന്നു. When it goeth with the righteous, the city rejoiceth, and when the wicked perish, there is shouting. Fourth session, Matthew chapter 4 verse 14. മത്തായി 4:14 വാക്യം. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. That it might be fulfilled with was spoken through Isaiah the prophet saying. നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം. ഹെരോദാവിൻ്റെ ക്രൂരത. മത്തായി 2:16. തൻ്റെ മകൻ അടുത്ത രാജാവാകണമെന്നായിരുന്നു ഹെരോദാവിൻ്റെ ആഗ്രഹം. യേശു രാജാവാകുന്ന അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ യേശു എവിടെയാണ്? എങ്ങനെ അവനെ നശിപ്പിക്കാം? ഇപ്പോൾ യേശുവിന് ഏകദേശം 2
വയസ്സ് പ്രായമായി കാണും എന്ന് ഹെരോദാവിന് അറിയാമായിരുന്നു. കിഴക്കുള്ള സന്ദർശകർ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെരോദാവ് അത്യന്തം കുപിതനായി. ബത്ലഹേമിലും സമീപ പ്രദേശങ്ങളിലും ആളയച്ച് 2 അതിൽ താഴെയോ വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ രാജാവ് കൽപ്പന കൊടുത്തു. ഈജിപ്തിൽ നിന്നുള്ള മടക്കയാത്ര മത്തായി 2:19 മുതൽ 23 വരെ. ഹെരോദാവ് മരിച്ച ശേഷം ഒരു ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് നിന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോവുക. ശിശുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ യോസേഫ് സ്വദേശത്തേക്ക് തിരികെ പോയി. എന്നാൽ ഹെരോദാവിൻ്റെ മകനാണ് അപ്പോൾ യഹൂദ ഭരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ യോസേഫ് ഭയപ്പെട്ടു. അപ്പോൾ ദൈവം മറ്റൊരു സ്വപ്നത്തിലൂടെ ഗലീലയിലേക്ക് പോകുവാൻ യോസേഫിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ അവർ നസറേത്ത് എന്ന നഗരത്തിലെത്തി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് മറ്റൊരു പ്രവാചകന്റെ വചനം ഇതിനാൽ നിറവേറ്റപ്പെട്ടു. നമുക്ക് ഉള്ളടക്കം എന്താന്ന് നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ജനസിസിൽ നിന്നുള്ള ഉള്ളടക്കം. യഹോവ അബ്രഹാമിനോട് പറഞ്ഞതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നായിരുന്നു. Now the Lord had said unto Abraham, get thee out of thy country and from thy kindred and from thy father's house unto a land that I will shew thee. അബ്രഹാമിനോട് യഹോവ പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. And I will make of thee a great nation, and I will bless thee and make thy name great, and thou shalt be a blessing. സെക്കൻഡ് സെഷൻ റിക്വയർഡ് ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അബ്രഹാം ഫോളോഡ് ഗോഡ്സ് ലീഡിങ് വിതൗട്ട് നോയിങ് വെയർ ഇറ്റ് വുഡ് ടേക്ക് ഹിം. തേർഡ് സെഷൻ സദൃശവാക്യല്ല പ്രോവേർബ്സ്. ഇവിടെ നാം കാണുന്നത് വഷളൻ വായ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നതായിട്ടും നീതിമാന്മാരാണെങ്കിൽ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുകയും ചെയ്യും. And hypocrite with his mouth destroyed his neighbors, but the through knowledge shall the just be delivered. നീതിമാന്മാരാകുന്നവർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാവും. When it goeth well with the neighbor, the righteous, the city rejoiceth, and when the wicked perish. ഇനി ഫോർത്ത് സെഷൻ മാത്യു അല്ലെങ്കിൽ മത്തായി. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. That it might be fulfilled which was spoken through Isaiah the prophet saying. നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.